മമ്മി, എനിക്ക് ജനലിന്റെ അടുത്തിരിക്കണം. ശരി. മോഡേൺ ഷോപ്പിംഗ് മാളിലേക്ക് ഒരു ഫുള്ളും ഒരു ഹാഫ് ടിക്കറ്റും. എന്തിനാ നമ്മൾ പൈസ കൊടുക്കുന്നത് മമ്മി? അദ്ദേഹമാണോ ഈ ബസിന്റെ മുതലാളി? അല്ല രാജു, ഇതൊരു പബ്ലിക് ബസ്സാണ്. ഇത് സർക്കാരിന്റെ സ്വന്തമാണ്. ഇദ്ദേഹത്തിനെ ബസ് കണ്ടക്ടർ എന്നാണ് വിളിക്കുക. ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഓരോരുത്തരുടെ പക്കൽ നിന്നും ബസ് ചാർജ് ഈടാക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ജോലി. നമ്മൾ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതുവരെ ഈ ടിക്കറ്റ് ഭദ്രമായി സൂക്ഷിക്കണം. ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ TTE എല്ലാ യാത്രക്കാരും ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി വരും. അദ്ദേഹം ചോദിക്കുമ്പോൾ നമ്മുടെ ടിക്കറ്റ് നമ്മൾ എടുത്ത് കാണിക്കണം. ഓർമ്മിക്കണം, ടിക്കറ്റ് വാങ്ങാതെ ഏതൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിലും യാത്ര ചെയ്യുന്നത് ശിക്ഷാർഹമാണ്. നീ എഴുന്നേക്ക്. ഈ വയസ്സായ ആൾക്ക് നീ ഇരിക്കാൻ സ്ഥലം കൊടുക്ക് രാജു. വെരി ഗുഡ് രാജു. ഓർമ്മിക്കണം, നമ്മൾ എല്ലാരോടും നന്നായി പെരുമാറണം. പ്രത്യേകിച്ച് വയസ്സായവരെ നിന്നോണ്ട് യാത്ര ചെയ്യുന്നത് കണ്ടാൽ എഴുന്നേറ്റ് അവർക്ക് സ്ഥലം കൊടുത്ത് അവരെ നമ്മളെക്കൊണ്ടാവും വിധം സഹായിക്കണം. നമുക്കിറങ്ങാനുള്ള സ്ഥലമായി. വാ, നമുക്കിറങ്ങാം. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കാണാറുള്ള ചില കാര്യങ്ങൾ നോക്കാം. ഇതാണ് ബസ് ടിക്കറ്റ്. നാം പബ്ലിക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ് കണ്ടക്ടറിൽ നിന്ന് ബസ് ടിക്കറ്റ് വാങ്ങിക്കേണ്ടതാണ്. നമ്മുടെ യാത്രാക്കൂലി നാം ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇതാണ് ബസ് കണ്ടക്ടർ. ഇദ്ദേഹത്തിന്റെ ജോലി യാത്രക്കാർക്ക് ടിക്കറ്റ് വിതരണം ചെയ്യുകയാണ്.